ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡ്രീം യുഗയുടെ എൻജിനാണത്. നമുക്കതിനെ എൻജിൻ സൗണ്ടായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ക്രാങ്ക് സെറ്റ് ചെയ്തതാണ്, ലേത്ത് കൊടുത്ത് കറക്റ്റ് സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം സർവീസ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ഹിസ്റ്ററിയിലില്ല. പക്ഷേ കംപ്ലയിൻസിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ കണക്ടറോട് പോയതാണ്. ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാവും, ഈ കാണുന്ന കണക്ടറോട് അത്ര പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രാങ്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് ഈ പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്താണ് നമുക്ക് അതിൻ്റെ പിസ്റ്റൺ കണക്ട് ചെയ്യുക. പിസ്റ്റൺ കണക്ട് ചെയ്തിട്ട് സിലിണ്ടറിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യണത്, ഈ രീതിയിൽ വർക്ക് ചെയ്യണത് ഈ കണക്ടർ റോഡുമേയാണ് അതിൻ്റെ പിസ്റ്റൻ്റെ കണക്ഷൻ വരിക. അപ്പോൾ ഇതിന് ഷെയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റണും അതിൻ്റേതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണിക്കും. അതും പ്രകാരം നമുക്ക് അതിൻ്റെ സിലിണ്ടർ നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ആ റെഡ് മാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ സിലിണ്ടറിൻ്റെ ബോറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലുമുണ്ട്, അതായത് താഴെയും മുകളിലും കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് സിലിണ്ടർ ഒന്ന് ബോർ ചെയ്ത് യൂസ് ചെയ്യാം, അതും ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് ചെയ്ത് മേടിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് അതിൻ്റെ സർവീസിൻ്റെ ഒരു പീരീഡ് പറഞ്ഞുതരാം. അതും പ്രകാരം കറക്റ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയറിനുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. തന്നെയല്ല, നമുക്ക് അത് വാറണ്ടിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് ഈ ക്രാങ്കും ഈ സിലിണ്ടറുമാണ് നമ്മൾ റിപ്പയർ ചെയ്യണത്. ബാക്കിയത്തെ നിലവിൽ ക്യാം ഷാഫ്റ്റ്, റോക്കറാമ, ഹെഡൊക്കെ ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ബെയറിങ് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. കാരണം സാധാരണ രീതിയിൽ ചില കേസിൽ ഈ ബെയറിങ്ങൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യുക. അത് താരതമ്യേന കുറഞ്ഞ ചെറിയൊരു ബെയറിങ്ങാണ്, വലുപ്പത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ കൂടുതൽ വന്ന ബെയറിങ്ങാണത്. അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ബെയറിങ് ഇട്ടേക്കാം, ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ നമുക്ക് ചെയ്യേണ്ടി വന്ന ഗ്യാസ്കറ്റുകൾ, ഓറിങ്ങുകൾ, ഓയിൽ സീൽ, ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ ടൈം എഞ്ചിൻമെൻറ്റ്, ക്ലച്ച് ഡിസ്ക് വന്നിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. തന്നെയല്ല, അതുകൊണ്ട് നമ്മളത് മാറ്റുന്നില്ല കേട്ടോ. കാരണം അത് കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് പുറമേ തന്നെ അഴിച്ച് മാറ്റാവുന്നതുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഫുള്ളായിട്ടൊന്നും അഴിക്കേണ്ട അവസ്ഥയില്ല. അപ്പോൾ നിലവിലിപ്പോൾ പ്രശ്നമില്ല, അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത്. പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ടൈമിംഗ് ചേഞ്ച് യൂണിറ്റ് നമുക്ക് ചെറിയൊരു പ്ലേ പോലെ കാണുന്നുണ്ട്, അല്പം ലൂസായക്കണ പോലെ കാണുന്നുണ്ട്. ടൈമിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ ചേഞ്ച് ഇതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് കറക്റ്റല്ല, നമുക്ക് അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടല്ല അതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അത് ചെറിയ ലൂസായിട്ട് നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടിയായിരുന്നു. ഞാൻ നോക്കിയിട്ട് അത് തോന്നണുണ്ടെങ്കിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് കാണുന്നതെങ്കിൽ നമുക്കത് മാത്രം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എൻജിൻ ഓയിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂടുതൽ ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ എൻജിൻ സംബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കും സിലിണ്ടറും മാത്രമാണ് ചെയ്യുക. ഹെഡൊക്കെ നമുക്ക് അതിന് മുമ്പ് ചെയ്തേക്കണതുകൊണ്ട് തന്നെ വേറെ പറയത്തക്ക പ്രോബ്ലംസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് അങ്ങനെ കോസ്റ്റ് കൂടി പോകും. അപ്പോൾ ഇതായാലും നമുക്ക് കറക്റ്റ് ഒരു 1 ഇയർ വാറണ്ടി എന്തെങ്കിലും കിട്ടും, നമുക്കതനുസരിച്ചിട്ട് ചെയ്ത് മേടിക്കാം. പിന്നെ കറക്റ്റ് സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ബാക്കിയത്തെ കംപ്ലയിൻസ് വരാനുള്ള 99% സാധ്യത കുറവാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് സർവീസ് പീരീഡ് കൃത്യമായിട്ട് ചെയ്തു പോകാമെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ നമുക്ക് എന്തെങ്കിലും വാറണ്ടി വന്നാൽ പോലും നമുക്കത് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി ഇല്ല, 1 ഇയർ 1 വർഷം കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രണ്ടും ഏതാണോ ഫസ്റ്റ് വരാം അത് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.